ഭഗവാന്റെ നാമത്തിൻ്റെ മാഹാത്മ്യം അതാണ് നമ്മൾ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ആദ്യം അജാമിളൻ്റെ കഥ, പിന്നീട് ഭഗവാനെ നാമങ്ങളെ കൊണ്ട് സ്തുതിച്ച പ്രാചേതസ ദക്ഷൻ്റെ കഥ, പിന്നീട് നാരായണ കവചം എന്ന മഹത്തായ മന്ത്രത്തിലൂടെ നാമത്തിൻ്റെ മാഹാത്മ്യം വിശ്വരൂപൻ നമുക്ക് കാണിച്ചു തന്നതായിട്ടുള്ള കഥ. അതിനുശേഷം ഇനി കേൾക്കാൻ പോകുന്ന കഥയിലും വൃത്രൻ എന്ന അസുരനും നാമസങ്കീർത്തനം കൊണ്ട് ആ ഭക്തി ഉണർന്നതായിട്ടുള്ള കഥ. അങ്ങനെ കലിയുഗം നാമസങ്കീർത്തനത്തിൻ്റെ യുഗമാണ് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് പൂന്താനം തൻ്റെ ജ്ഞാനപ്പാനയിൽ ആ കലിയെ നമസ്കരിക്കുന്നു. കലിക്കും നമസ്കാരം. നമ്മളൊക്കെ കലിയുടെ ദുഃഖങ്ങളെക്കുറിച്ച് വിഷമിച്ചു കൊണ്ടിരിക്കലേ ഉള്ളൂ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എളുപ്പമായി ഹരിയുടെ നാമം ജപിക്കൂ എന്ന് ഭാഗവതം പറഞ്ഞിട്ടുണ്ട്. ആചാര്യന്മാരെ സജ്ജനങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിൽ അത് ജപിക്കുകയല്ലേ വേണ്ടത്? അത് ജപിക്കാൻ നമുക്ക് സാധിക്കണില്ല. കാരണം എളുപ്പമാണ് നാമജപം എങ്കിൽ പോലും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു കലിയുടെ അതിശക്തമായ ഇടപെടലുകൾ ഉണ്ടാവും. നാമം ജപിക്കാൻ പുറപ്പെടുമ്പോഴേക്കും പല രൂപത്തിൽ കലി നമ്മളെ പിന്തിരിപ്പിക്കും. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നും, ഞാനിങ്ങനെ ഉറക്ക നാമം ജപിച്ചാൽ ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ളൊരു തോന്നൽ കലി നമ്മളിലുണ്ടാക്കും. അപ്പം നമ്മൾ പതുക്കെ നാമം ജപിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ കൂട്ടുകാരുടെയോ വീട്ടുകാരുടെയോ നാട്ടുകാരുടെയോ ഒക്കെ രൂപത്തിൽ കലിയെത്തും. എന്നിട്ട് പറയും, എന്തിനാ ഇപ്പം ഇങ്ങനെ നാമം ജപിക്കണത്, നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം പറയാം എന്ന് നേരിട്ട് പറയില്ല. പക്ഷെ നമ്മൾ നാമം ജപിക്കുകയാണെങ്കിലും അതിനിടയിൽ വന്ന് മറ്റു പല കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കും. ഇങ്ങനെ നാമജപം വലിയ ബുദ്ധിമുട്ടാക്കാൻ കലി പല ആളുകളെയും നമ്മളുടെ അടുത്തേക്ക് പറഞ്ഞേക്കും. അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിക്കണം എന്നാണ്. കലിയെ നിയന്ത്രിച്ചു പരീക്ഷിത്ത്. ആ പരീക്ഷത്തിന് പോലും അവസാനം എന്തുണ്ടായി? കലിബാധ ഉണ്ടായി. അതെന്തുകൊണ്ടാ? അവിടെ ഹിംസ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. ദ്യൂതം പാനം സ്ത്രീയസൂന, പിന്നെ ജാതരൂപം. ഇങ്ങനെ 5 സ്ഥലങ്ങളാണ് കലിയുടെ വാസസ്ഥാനങ്ങൾ. 1 ദ്യൂതം ചൂതുകളി, 2 പാനം മദ്യപാനം, സ്ത്രീയ പരസ്ത്രീ പരപുരുഷ ബന്ധം, സൂന ഹിംസ, 5ാമതായി ജാതരൂപം സ്വർണം അല്ലെങ്കിൽ സമ്പത്ത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ വിട്ടുനിന്നാൽ കലിമാലിന്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. എന്നാൽ ഇത് നമ്മളെ പല രൂപത്തിൽ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെ അങ്ങോട്ട് വലിച്ചും കൊണ്ടിരിക്കും എന്നാണ്. ഈ കലിയാകുന്ന നരകത്തിലേക്ക് വലിക്കും. അതിന് പല സൂത്രങ്ങളും കലി ഏർപ്പാടാക്കും. പല പരസ്യ പ്രക്ഷേപണങ്ങളുണ്ട് കലിയുടെ വക എന്നാണ്. ഈ നരകത്തിലേക്ക് തന്നെ അങ്ങനെയാണത്രേ. നരകത്തിൻ്റെ വാതിൽക്കലെത്തുമ്പോൾ അവിടെ നല്ല പാട്ട്, നല്ല മേളം, ആളുകളൊക്കെ സ്വീകരിക്കാൻ നിൽക്കണു. അപ്പോൾ ഒരിക്കൽ ഒരാൾ സ്വർഗത്തിലേക്ക് പോയ ഒരാൾ, അയാൾക്ക് തോന്നി നരകമാണ് നല്ലത്, സ്വർഗത്തിൽ ഇതൊന്നുമില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, എനിക്ക് നരകത്തിൽ പോകണമെന്ന് പറഞ്ഞ് വലിയ വാശിയായി. ഇപ്പോൾ സ്വർഗത്തിൽ പോയ ആൾക്ക് പുണ്യമുള്ളത് കൊണ്ട് അദ്ദേഹം പറയുന്നത് കേൾക്കാതിരിക്കാനൊന്നും നിവൃത്തിയില്ല. എന്നാൽ ശരി, നരകത്തിലേക്ക് പൊക്കോളൂ, അവിടെ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങളെ, ഞാൻ കണ്ടതാണ്, ഞാൻ പൊക്കോളാമെന്നും പറഞ്ഞ് അവിടെ എത്തി. വളരെ ഗംഭീരമായിട്ട് സ്വീകരിച്ചു, പനിനീര് തളിച്ചു, ചന്ദനം കുറിയിടിച്ചു, കാല് കഴുകിച്ചു. അത് കഴിഞ്ഞ് അത് പുറത്തെ വാതിലിൻ്റെ അവിടെയാണ്. ആ വാതിൽ കിടന്ന് നമ്മൾ പറയില്ലേ, ഡ്രോയിങ് റൂം കഴിഞ്ഞ് അടുത്ത റൂമിലേക്ക് കടന്നതും വാതിലങ്ങോട്ട് അടഞ്ഞു. പിന്നെ അടി ഇടി എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ കിട്ടി. അപ്പം ഇതേപോലെ നമ്മളെ ആകർഷിക്കാനായിട്ട് പല സൂത്രങ്ങളും കലി കാണിക്കും. കലിയുഗത്തിൽ പലരും നമ്മളെ ഇങ്ങനെയൊക്കെ പറ്റിക്കാൻ നോക്കും. നമ്മളൊക്കെ ഒന്ന് പറ്റിച്ചോളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ്. എന്തെങ്കിലും ഒരു വഴിയിൽ ആ പറ്റിക്കപ്പെടാൻ നമ്മൾ തയ്യാറായി നിൽക്കണു. 100 രൂപ അടച്ചാൽ എത്ര രൂപ കിട്ടും? 50 രൂപ ആദ്യം തന്നെ തരും. പിന്നെ 10 മാസം 10 രൂപ വെച്ച് തരും. എന്ന് കേട്ടാൽ 150 രൂപ കിട്ടുമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ 100 രൂപ നമ്മൾ കൊണ്ടുകൊടുക്കും. അത് കഴിഞ്ഞോടുകൂടി അത് കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ എങ്ങനെ ധനമുണ്ടാക്കാം എന്നുള്ള കാര്യത്തിലാണ് ഒരു പോസ്റ്റ് കാർഡിൽ അതിൻ്റെ മറുപടി വന്നു എന്നാണ്. എങ്ങനെ എളുപ്പത്തിൽ ധനം ഉണ്ടാക്കുക എന്നുള്ളത്. നിങ്ങൾ 100 രൂപ അയച്ചാൽ അതിനുള്ള സൂത്രം പറഞ്ഞു തരുന്നതാണ്. ഒട്ടനെ അയച്ചു. നമ്മൾ പണം എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. അങ്ങനെ കുറേ ആളുകൾ പണം അയച്ചു. അവർക്കൊക്കെ അധികം വൈകാതെ മടക്കത്തപാലിൽ ഒരു കാർഡ് വന്നു. ഇങ്ങനെയാണ്
എളുപ്പത്തിൽ പണം ഉണ്ടാക്കുക. നിങ്ങളുടെ കയ്യിലുള്ള പൈസ ഞങ്ങളുടെ കയ്യിലേക്ക് എത്തി. ഇപ്പോൾ 1000 പേരുണ്ടെങ്കിൽ 1,00,000 രൂപ എളുപ്പത്തിൽ കിട്ടിയെന്നാണ്. ഇതേപോലെയൊക്കെ പറ്റിക്കപ്പെടാൻ നമ്മൾ തയ്യാറായി നിൽക്കുകയാണ്. ഉറപ്പിച്ചോളൂ, സാധാരണയിൽ വിട്ട് നമ്മളോട് ഒരാൾ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കൊടുക്കാനാണ് എന്ന് ഉറപ്പിച്ചോളൂ. അത് അപകടത്തിന് കാരണമാണ്. കലി ഇങ്ങനെ പല രൂപത്തിൽ നമ്മുടെ ചുറ്റും ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ഇതിനെയൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പം ഇവിടെ നമ്മൾ ഇന്ന് പാരായണം തുടങ്ങിയത് ഭരതയോഗീശ്വരൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. ഭരതയോഗീശ്വരൻ്റെ മുമ്പിലാണ് ഭദ്രകാളി ഇന്നലെ അവതരിച്ചത്, അല്ലെങ്കിൽ ഈ സപ്താഹവേദിയിൽ നാം ആ ഭാഗം പാരായണം ചെയ്ത് സമർപ്പിച്ചത്. അപ്പൊ ഇങ്ങനെ ജഡഭരതൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം യോഗീശ്വരനാണ് എന്ന് കാണിക്കുന്നതാണ് ഈ രഘുഗണനുമായിട്ടുള്ള സംവാദം. സിന്ധുരാജ്യങ്ങളുടെ സിന്ധുസൗവീരപതിയായിരിക്കുന്ന രഘുഗണൻ ആ ഇക്ഷുമതി എന്ന നദിയുടെ തീരത്തുകൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പല്ലക്കെടുക്കാൻ ആളില്ലാതെ വന്നു. അപ്പൊ പുതിയൊരാൾ വേണം. 4 പേരുണ്ടെങ്കിലേ പല്ലക്ക് വേണ്ട പോലെ എടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? അതിൽ 3 പേരേ ഉള്ളൂ. അപ്പൊ പിന്നെ എന്താ വഴി? അപ്പോഴാണ് അവിടെ ഭരതനെ കണ്ടത്. നല്ല ശരീര പുഷ്ടിയൊക്കെ ഉള്ള ആളെ പല്ലക്കെടുക്കാൻ വെറും ആരെങ്കിലും പോരാ, നല്ല ശരീരത്തിന് നല്ല ശക്തിയുള്ള ആളുകൾക്ക് പല്ലക്കെടുക്കാൻ പറ്റുള്ളൂ. പല്ലക്കിനകത്ത് രാജാവാണ് ഇരിക്കുന്നത്. ആലോചിച്ചു നോക്കൂ. അപ്പൊ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ അമാലന്മാരെ പല്ലക്കെടുക്കുന്ന ആളുകൾ വന്നിട്ട് ഭരതന്റെ അടുത്ത് പറഞ്ഞു, നീ ഞങ്ങളുടെ കൂടെ വരണം, രാജാവിന്റെ പല്ലക്കെടുക്കണം. ഭരതൻ പറഞ്ഞു, അതിനെന്താ ഒരു വിരോധമില്ല. അങ്ങനെ ഭരതൻ വളരെ സന്തോഷപൂർവ്വം, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, അവർ വിളിച്ചു, അവരുടെ കൂടെ പോയി. എടുക്കാൻ പറഞ്ഞു, എടുത്തു. അങ്ങനെ നടക്കാൻ തുടങ്ങി. നടന്നിട്ട് നടക്കുന്നതിനിടയിൽ ചെറുജീവികൾക്കൊക്കെ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു ചിന്ത കൊണ്ട് ഭരതൻ വളരെ പതുക്കെ മനസ്സുരുത്തിയാണ് നടന്നത്. 3 പേര് ഒരു വേഗത്തിലും ഭരതൻ മറ്റൊരു വേഗത്തിലും ആയിക്കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്, അല്ലേ? അതുകൊണ്ട് എന്തുണ്ടായി? അവിടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് രാജാവിനാണ്. രാജാവിൻ്റെ പല്ലൊക്കെ കുലുങ്ങാൻ തുടങ്ങി. രാജാവ് കുലുങ്ങാൻ തുടങ്ങി. രാജാവിന് ദേഷ്യം വന്നു. രാജാവ് പുറത്തേക്ക് നോക്കി, ഇതെന്താ അവിടെ ഇങ്ങനെ പല്ലക്കാരെങ്ങനെ ഇളക്കണത്? കാറിലൊക്കെ പോകുമ്പോൾ ഡ്രൈവർമാരുടെ അടുത്ത് ഉടമസ്ഥൻ ചീത്ത പറയും, മര്യാദയ്ക്ക് ഓടിക്കൂ, കുണ്ടിലും കുഴിയിലൊക്കെ ചാടിച്ച് ഇങ്ങനെയാണോ ഓടിക്കണത്? ശ്രദ്ധിക്കൂ. ഭരതൻ ഇത് കേട്ടതായി പോലും നടിച്ചില്ല. ഒപ്പമുള്ള ആളുകൾ പറഞ്ഞു, രാജാവേ, ഇത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, ഞങ്ങളുടെ കൂടെ വന്നേക്കണ ഈ പുതിയ ആളുടെ പ്രശ്നം കൊണ്ടാണ്. ഇയാൾ നേരാവണ്ണം പല്ലക്ക് എടുക്കണില്ല, ഇയാൾക്ക് ഇത് അറിയില്ല എന്നാണ് തോന്നണത്. അപ്പോൾ രാജാവ് ഒന്നുകൂടി പുറത്തേക്ക് നോക്കി. അപ്പോൾ പല്ലക്കെടുത്ത് നല്ലൊരു തടി മാടൻ, നല്ലൊരു ആരോഗ്യമുള്ള ഒരാൾ. അപ്പോൾ രാജാവ് ഉടനെ തന്നെ എന്ത് പറഞ്ഞു? അല്ലയോ സുഹൃത്തെ, കുറച്ചു നേരം വേണമെങ്കിൽ വിശ്രമിച്ചിട്ട് പോവാം. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങ് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? നല്ല തടിയുണ്ട്, എന്നിട്ട് പറയാണ് ക്ഷീണിച്ചിരിക്കണമെന്ന്. ഇതൊക്കെ കളിയാക്കി പറയുന്നതാണ്. തടിച്ച ആളോട് ക്ഷീണമുണ്ടെന്നും ക്ഷീണിച്ചിരിക്കുന്ന ആളോട് ഇങ്ങനെ തടിക്കരുതെന്നൊക്കെ പറയാം. നമ്മുടെ ഒരു രീതി തന്നെ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം വരും, ഇല്ലേ? ഒരു കാര്യം ചോദിച്ചിട്ട് ഉവ്വ ഉവ്വ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്നാണ്. ഉവ്വ് എന്നാ പറയണത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇല്ല എന്നർത്ഥം. ഇന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട് എന്നാണ് അർത്ഥം. ഇങ്ങനെയൊക്കെ ഭാഷയുടെ പ്രത്യേകതകളുണ്ട്. അപ്പം ഇത് രഘുഗണന്റെ ഈ വാക്ക് കേട്ടപ്പോൾ ഭരതൻ അതിനൊന്നും ശ്രദ്ധിച്ചില്ല. കാരണം ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല. ഇതൊക്കെ ദേഹധർമ്മങ്ങളാണ്. തടിക്കല്, മെലിയല്, ഇതൊക്കെ എന്താണ്? ദേഹേന ജാതസ്യ ഹി മേനസന്ധി, ദേഹവുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ ദേഹമല്ല. ഞാൻ ആരാണ്? ഞാൻ ആത്മാവാണ്. ഈ ദേഹത്തിലിരിക്കുന്നുവെങ്കിലും ആത്മബോധം വന്ന ആത്മാരാമനായിരിക്കുന്ന ഭരതന് ഈ രാജാവിൻ്റെ വാക്കുകളൊന്നും ശ്രദ്ധിക്കാൻ പോലും തോന്നിയില്ല. രാജാവിന് ദേഷ്യം വന്നു. രാജാവ് പറഞ്ഞു, നിന്നെ വേണ്ട പോലെ ശ്രദ്ധയുണ്ടാക്കാൻ എനിക്ക് സാധിക്കും. പറയൽ മാത്രമല്ല, പ്രവർത്തിക്കുകയും ചെയ്യും. നല്ല അടി നിനക്ക് കിട്ടും. ഇതിനുള്ള ചികിത്സ എന്താണെന്ന് എനിക്കറിയാം. മര്യാദയ്ക്ക് പല്ലക്കെടുത്തോളണം. രാജാവിൻ്റെ ധാർഷ്ട്യം, അഹങ്കാരം ഒക്കെ അവിടെ പുറത്തേക്ക് വന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭരതൻ വിചാരിച്ചു, ഇദ്ദേഹം ഇപ്പൊ കപിലവാസുദേവനെ കണ്ട് ആത്മതത്വം ഗ്രഹിക്കാൻ പോവുകയാണ്. അപ്പൊ ഇതിന് ഒരു മനസ്സുണ്ടല്ലോ അദ്ദേഹത്തിന്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ പറഞ്ഞ നേരെയാവും, അതുകൊണ്ട് പറഞ്ഞു കൊടുക്കാം എന്ന് തീർച്ചപ്പെടുത്തിയിട്ട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങ് എന്നെ കളിയാക്കി പറഞ്ഞതാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലായി.
കാരണം സ്ഥൗല്യം കാർശ്യം വ്യാധയ ആധയശ്ച ക്ഷുത്രിഡ് ഭയം കലിരിച്ഛ ജരാജ. തടിക്കുക, മെലിയുക, വ്യാധികള്, ആധികള്, വിശക്കുക, ദാഹിക്കുക, ഭയമുണ്ടാവുക, ഉറങ്ങുക, കോപമുണ്ടാവുക, മനസ്സിന് ആ മതമുണ്ടാവുക, ഇങ്ങനെയുള്ളതൊക്കെ സത്യത്തിൽ എന്താണ്? സത്യത്തിൽ എന്നെ ബാധിക്കുന്നില്ല. ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇതൊക്കെ ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ ശരീരമല്ല, അതുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടതും ആ രഘുഗണന് തോന്നി ഈ പല്ലൊക്കെ എടുക്കുന്ന ആളൊരു സാധാരണ മനുഷ്യനല്ല. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ദേഹത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ബ്രഹ്മസൂത്രം, വെറും ഒരു പൂണൂലിട്ടേക്കണ ആളല്ല ഇത്, മറിച്ച് ആ ബ്രഹ്മത്തെ വേണ്ട പോലെ അറിഞ്ഞ ആളാണ്. ചില ആളുകൾ ബ്രഹ്മത്തെ അറിഞ്ഞു എന്ന് സൂത്രത്തിൽ ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി എന്തിടും? അത് ഒരു ബ്രഹ്മത്തെ അറിഞ്ഞു എന്നറിയാനുള്ള ഒരു സൂത്രമാണ്, അതും ബ്രഹ്മസൂത്രമാണ്. സത്യത്തിലെ ബ്രഹ്മസൂത്രം ബ്രഹ്മത്തെ അറിഞ്ഞവൻ അണിയുന്ന പൂണൂലാണ്. അദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹം വലിയ ജ്ഞാനിയാണ്. ഉടനെ തന്നെ കാക്കൽ വീണ് നമസ്കരിച്ചു, പറഞ്ഞു, നാഹം വിശങ്കേ സുരരാജവജ്രാൽ ന ത്രക്ഷശൂലാൻ ന യമസ്യ ദണ്ഡാൽ നാജ്ഞർക്ക സോമാനില വിത്തപാസ്ത്രാച്ഛങ്കേ ഭൃശം ബ്രഹ്മകുലാപമാനൻ. ബ്രാഹ്മണരെ, ബ്രാഹ്മണ കുലത്തെ അപമാനിക്കുന്നതാണ് ഞാൻ ഏറ്റവും പേടിക്കുന്ന കാര്യം. അങ്ങ് ബ്രാഹ്മണനാണെന്ന് ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അങ്ങനോട് ക്ഷമിക്കണേ. സാക്ഷാൽ മഹാദേവന്റെ ശൂലത്തിൽ നിന്നോ യമന്റെ ദണ്ഡിൽ നിന്നോ ഒന്നും ഞാൻ പേടിക്കുന്നില്ല. പിന്നെയോ ഞാൻ പേടിക്കുന്നത് ഇത്തരത്തിൽ അങ്ങേപ്പോലുള്ള ആളുകളെ അപമാനിക്കുന്നതാണ് എന്നെ പേടിപ്പെടുത്തുന്നത്. അതുകൊണ്ട് അങ്ങ് പറഞ്ഞതൊക്കെ ഒരുപക്ഷെ അങ്ങയുടെ കാഴ്ചയിൽ ശരിയാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ശരിയാണ് എന്ന് തോന്നുന്നില്ല. ഈ പ്രപഞ്ചം ഇല്ലാത്തതാണ് എന്നാണ് അവിടുന്ന് പറയണത്. അത് പരിപൂർണമായി മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കണില്ല, എനിക്ക് വേണ്ട ഉപദേശം തരണേ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആ ഭരതയോഗീശ്വരൻ ഇതുവരെ ആ ഒരാളോടും മിണ്ടിയിരുന്നില്ല. അപ്പം ആദ്യമായിട്ടാണ് രഘുഗണന്റെ അടുത്ത് സംസാരിച്ചത്. എങ്കിൽ രഘുഗണന് വേണ്ടതായിട്ടുള്ള ഉപദേശം കൊടുക്കാം എന്ന് അദ്ദേഹവും തീർച്ചപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, അകോവിത കോവിദവാദിവാദാൻ. അകോവിദൻ എന്ന് വെച്ചാൽ ഒന്നും അറിയാത്തവൻ, എല്ലാം അറിയുന്നവനോ അയാളാണ് കോവിദൻ. ആ കോവിദന്റെ കളിയായിരുന്നു നമ്മുടെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കാനുള്ള കോവിഡ്, അല്ലേ? എല്ലാം അറിയുന്ന ഭഗവാൻ നമ്മുടെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കാൻ കുറച്ച് കളികളൊക്കെ കളിച്ചു. കുറച്ചു കാലം നമുക്കൊരു അടക്കവും ഒതുക്കവും ഒക്കെ വന്നു. അങ്ങനെയുള്ള സ്വഭാവത്തിലൊക്കെ ഒരു ചെറിയൊരു മാറ്റം വന്നു. അത് കഴിഞ്ഞപ്പോഴും അധികം വൈകാതെ അതൊക്കെ മാറുകയും ചെയ്തു. കുറച്ചു കാലം എല്ലാവരും വായ മൂടിക്കെട്ടിയിട്ടാണ് നടന്നിരുന്നത്. ഉള്ളിൽ പുഞ്ചിരിക്കാത്തവൻ എന്തിനാ പുഞ്ചിരിക്കണതെന്ന് ഭഗവാൻ വിചാരിച്ചു. പിന്നെ കുറച്ചു കാലം ഈ നാവ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പല കളികളും ഭഗവാൻ കളിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങ് ഈ വിവരമുള്ളവനെ പോലെ സംസാരിക്കണു, വിവരമില്ല അങ്ങക്ക്. അങ്ങ് പ്രപഞ്ചത്തെ സത്യമായി കരുതുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം അസത്യമാണ് എന്ന് മനസ്സിലാക്കൂ. വൈദികമായിട്ടുള്ള കർമ്മങ്ങളും അതിൽ നിന്ന് ലഭിക്കുന്ന സ്വർഗലോകം പോലും അസത്യമാണ്. അതെങ്ങനെയാ അസത്യമാവണത്? എന്നിട്ട് എന്താ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണെങ്കിൽ, സത്യം എന്ന് പറയുന്നത് നിത്യമായ ആ പരമാർത്ഥമാണ്. അതിന് മാറ്റം ഉണ്ടാവാൻ പാടില്ല. നിത്യസത്യത്തെയാണ് സത്യം എന്ന് പറയാം. അപ്പോൾ വ്യാവഹാരികമായിട്ടുള്ള സത്യങ്ങളാണ് ബാക്കിയൊക്കെ. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത് വ്യാവഹാരികമായിട്ടുള്ള സത്യം. നാളെയും നമ്മൾ ഇവിടെ ഇരിക്കുമോ? ഇല്ല. നാളെ ചിലപ്പോൾ ചില ആളുകൾ ഇരുന്നേക്കാം. എന്നാൽ ഒരു 100 വർഷം കഴിഞ്ഞിട്ടോ നമ്മൾ ഇരിക്കില്ല, 100 വർഷം മുമ്പും നമ്മളില്ല. അപ്പം നമ്മളുടെ സത്യം, നമ്മളാകുന്ന സത്യം കേവലം വ്യാവഹാരികം മാത്രമാണ്. ഇപ്പോൾ സത്യമാണ് എന്ന് പറയാം. അപ്പം അതുകൊണ്ട് ഈ സത്യത്തെ അറിയണം എന്നുണ്ടെങ്കിൽ, ഇത് മനസ്സിലാക്കണമെങ്കിൽ, പ്രപഞ്ചത്തിൻ്റെ ഈ നാനാത്വത്തെ കൽപ്പിച്ചുണ്ടാക്കിയത് തന്നെ മനസ്സാണ്. മനസ്സ് പറയാണ് ഇന്നത് 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 ഇന്നത്, അല്ലേ? മനുഷ്യരെ തന്നെ നമ്മൾ എത്ര തരത്തിൽ മാറ്റിയിരിക്കണു. ജാതിയുടെ പേരിലുണ്ട്, മതത്തിൻ്റെ പേരിലുണ്ട്, ലിംഗത്തിൻ്റെ പേരിലുണ്ട്, പിന്നെ എൻ്റെ ശത്രുക്കൾ, എൻ്റെ മിത്രങ്ങൾ, പിന്നെ ബന്ധുക്കൾ,
പിന്നെ ഭാര്യ, മക്കൾ, ഇങ്ങനെ പല പല പേരുകളിൽ ഒരേ ഒരു ചൈതന്യമായ ആ ഭഗവത് ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സ്വരൂപത്തെ നമ്മൾ പലതായിട്ട് പറയുന്നു. ഇതിനൊക്കെ കാരണം എന്താണ്? മനസ്സാണ്. മനസ്സ് പറയുകയാണ് അയാൾ ശത്രുവാണ്, ഇയാൾ മിത്രമാണ്. അപ്പം അതുകൊണ്ട് ഈ മനോവൃത്തികൾ എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതിനെ അടക്കലാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം. കോടിക്കണക്കിനുള്ള മനോവൃത്തികൾ ഇളകിക്കളിക്കുമ്പോൾ അതിനെ ഒതുക്കാൻ സാധിക്കണം. അത് ഒതുങ്ങുമ്പോഴേ സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്ന് നമുക്ക് പ്രശ്നങ്ങളായിരിക്കും. കഴിഞ്ഞു പോയതിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ, അതിനുശേഷം ഇനി വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ. പണ്ടൊരിക്കൽ വിശ്വവിഖ്യാതനായ ചാർലി ചാപ്ലിൻ വളരെ രസകരമായൊരു കഥ പറഞ്ഞു. അദ്ദേഹം വേദിയിൽ വന്നിട്ട് ഒരു തമാശ അവിടെ അവതരിപ്പിച്ചു. എല്ലാവരും, നമ്മൾ പറയില്ലേ, ചിരിച്ചു മണ്ണ് കപ്പി. അകത്തായിരുന്നു ഈ ഏർപ്പാടെന്നുള്ളതുകൊണ്ട് മണ്ണ് കപ്പാൻ പറ്റിയില്ല. എന്നാലും അവര് ആ തലയൊക്കെ കുലുക്കി ആർത്തട്ടഹസിച്ച് കൈയടിച്ച് ചിരിച്ചു. ചാപ്ലിൻ പറഞ്ഞു, ഇതാ ഞാൻ വീണ്ടും ഈ കഥ തന്നെ പറയുകയാണ്, വീണ്ടും ഒരു കഥ പറയുകയാണെന്ന് പറഞ്ഞു. അതേ കഥ തന്നെ പറഞ്ഞു. അപ്പം ചിരിച്ച ആളുകളുടെ എണ്ണം കുറഞ്ഞു. കാരണം എന്താ? ഇതിപ്പോൾ നമ്മൾ കേട്ടതല്ലേ എന്നുള്ളതാണ്. അവസാനം വരെ ഇങ്ങനെ കാത്തിരുന്നു എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന്. ഒരു മാറ്റമില്ല, അത് തന്നെ. 3, 4, 5 വട്ടം കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ ഇങ്ങനെ കേട്ടിരിക്കുക, ഇയാൾക്ക് എന്താ വേറെ പണിയില്ലേ, ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ള, ഈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു തോന്നൽ. പണ്ടൊരിക്കൽ ഒരു ഗായകൻ ഇങ്ങനെ പാട്ട് പാടിയപ്പോൾ വേദിയിൽ നിന്ന്, സദസ്സിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, വീണ്ടും പാടൂ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രശസ്തനായൊരു ഗായകൻ പാടിയ പാട്ടാണ് ഗാനമേളയ്ക്ക് പാടുന്നത്. വൺസ് മോർ എന്ന് പറഞ്ഞു. ശരി, പാടാന്ന് പറഞ്ഞു. രണ്ടാമതും പാടി. രണ്ടാമത് പാടിക്കഴിഞ്ഞപ്പോൾ വീണ്ടും പറയണു, വൺസ് മോർ, ഒന്നുകൂടി പാടൂ. വീണ്ടും പാടി. 3 തവണ കഴിഞ്ഞിട്ടും 4ാമത് വീണ്ടും പാടാൻ പറയാ. അയാൾ പറഞ്ഞു, ഇതെന്താ, ഞാൻ മറ്റെന്തെങ്കിലും പാട്ട് പാടണ്ടേ? ആദ്യം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ അവർ എഴുന്നേറ്റ് പറഞ്ഞു, ഇഷ്ടമായതല്ല, ഇത് നേരാവണ്ണം പാടാൻ പഠിച്ചിട്ട് വേണം അടുത്ത് പാടാൻ എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പോൾ ഈ ചാർലി ചാപ്ലിൻ ഇങ്ങനെ കഥ പറഞ്ഞ് അവസാനം ആളുകൾ ചിരിക്കാതെയായപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ചിരിക്കാതിരുന്നത്? ഇത് നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് കൊണ്ടാണ്. ഇതേപോലെയാണ് ജീവിതത്തിൽ മനുഷ്യർ പല ദുഃഖങ്ങളെയും വീണ്ടും 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 ആലോചിച്ച് ഇങ്ങനെ കരയണു. അപ്പോൾ ഈ ചിരിക്കാതിരിക്കുന്നത് പോലെ ഒരു സമയത്ത് കരഞ്ഞുവെങ്കിൽ അതോടുകൂടി തീരണ്ടേ? അത് നിത്യസത്യമാണ് എന്ന് അറിയണ്ടേ എന്ന് ചോദിക്കുകയാണ്. ഇതേപോലെ രഘുഗണ രാജാവിനോട് ആ ഭരതയോഗീശ്വരൻ പറഞ്ഞു, മനസ്സിനെ ജയിക്കാതിരിക്കുന്നിടത്തോളം കാലം ഈ പ്രപഞ്ചം ഉള്ളതുപോലെ തോന്നും. പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. മനോജയവും ആത്മസാക്ഷാത്കാരവും ആ മരതകമണിവർണ്ണനായ മരുതാലയേശന്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് സംശയമായി അല്ലേ, ഈ ഗുരുവായൂരപ്പൻ എന്നെങ്ങനെയാ ഭരതയോഗീശ്വരൻ അന്ന് പറഞ്ഞത്? ഭരതയോഗീശ്വരന്റെ കാലത്ത് ഗുരുവായൂരുണ്ടോ, ഗുരുവായൂരപ്പനുണ്ടോ? നമുക്ക് സംശയമാവും. പണ്ട് ഒരു ആചാര്യൻ, അദ്ദേഹം എപ്പോഴും ഗുരുവായൂരപ്പൻ എന്നേ പറയുള്ളൂ. ഇത്രയും ഗുരുവായൂരപ്പൻ ദേവകി വസുദേവന്മാരുടെ പുത്രനായിട്ട് പിറന്നു. ഗുരുവായൂരപ്പൻ രുക്മിണിയെ വിവാഹം കഴിച്ചു. ഗുരുവായൂരപ്പൻ സുദാമാവിൻ്റെ കയ്യിൽ നിന്ന് അവർ തട്ടിപ്പറിച്ചു. ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ പറയണത്? അതൊരു ശരിയല്ലല്ലോ, ശ്രീകൃഷ്ണൻ എന്നല്ലേ പറയേണ്ടത്? അപ്പോൾ പറഞ്ഞു, ശ്രീകൃഷ്ണൻ തന്നെയാണ് ഗുരുവായൂരപ്പൻ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് ശ്രീകൃഷ്ണൻ. അതെങ്ങനെയാണ് ഗുരുവായൂരിലിരിക്കുന്നത് ശ്രീകൃഷ്ണനാണെന്ന് പറയാം, പക്ഷെ ശ്രീകൃഷ്ണൻ എങ്ങനെ ഗുരുവായൂരപ്പനാവും? അതാണ് സംശയം. ശ്രീകൃഷ്ണന്റെ കാലത്തിന് ശേഷമാണ് ഗുരുവായൂരപ്പൻ ഉണ്ടായത്. അതല്ല, ഗുരുവായൂരപ്പൻ മുമ്പേ ഉണ്ട്. അതെങ്ങനെയാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഗുരുവായ വായു എവിടെ ഇരിക്കുന്നു അതാണ് ഗുരുവായൂർ. അപ്പൊ ലഘുവായതിന് വിപരീതം എന്താ? അതാണ് ഗുരു. അപ്പൊ ശ്രേഷ്ഠമായ വായു എവിടെ ഇരിക്കുന്നു? അതാണ് ഗുരുവായൂർ. അങ്ങനെയെങ്കിൽ ഏതാണ് ഗുരുവായൂർ? നമ്മുടെ പ്രാണനിരിക്കുന്ന ആ ഹൃദയമാണ് ഗുരുവായൂർ. അങ്ങനെയെങ്കിൽ അവിടുത്തെ ഈശ്വരനോ ആ ഹൃദയത്തിൽ മിന്നിത്തിളങ്ങുന്ന ചൈതന്യം തന്നെ. അതുകൊണ്ടാണ് മഹാകവി കുഞ്ഞിരാമൻ നായർ എഴുതിയത്, ഗുരുവായൂരിലേക്കുള്ള വഴി ചോദിച്ചു നിൽക്കവേ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ട് അമ്പരന്നു ഞാൻ എന്ന്. ഇത്തരത്തിൽ അപ്പൊ ഇവിടെ പറയണു, രഘുഗണ രാജാവിന് കാര്യം മനസ്സിലായി. ഭരതന്റെ കാക്കൽ വീണ് നമസ്കരിച്ചു.
എന്നിട്ട് പറഞ്ഞു, അങ്ങ് ആരാണ്, എനിക്ക് മനസ്സിലാവണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഭരതയോഗീശ്വരൻ പറഞ്ഞു, അങ്ങ് എൻ്റെ ഈ സമയത്തെ വ്യാവഹാരികമായ നാമത്തെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ അങ്കിരസിൻ്റെ ഒരു ഗോത്രത്തിൽ, അങ്കിരസ ഗോത്രത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണന്റെ മകനാണ്. ഇതിനു മുമ്പ് ഞാൻ കുറേ കാലം മാനിന്റെ രൂപത്തിൽ ജീവിച്ചിട്ടുണ്ട്. അതിനു മുമ്പേ ഞാൻ കുറേ കാലം ഭരതൻ എന്ന ചക്രവർത്തിയായിരുന്നു എന്നിങ്ങനെ കേട്ടതോടുകൂടി രഘുഗണൻ അത്ഭുത പരതന്ത്രനായി മാറി. ഈ പ്രദേശത്തിന് ഭാരതം എന്ന് പേര് വരാൻ കാരണമായിരിക്കുന്ന ഋഷഭപുത്രനായ ഭരതനാണ് തൻ്റെ മുമ്പിൽ എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞതോടുകൂടി ആനന്ദമാണോ, അത്ഭുതമാണോ, ആശ്ചര്യമാണോ നിശ്ചയില്ല. കാക്കൽ വീണ്ടും വീണ്ടും വീണ് നമസ്കരിച്ചു. അജനാഭം എന്നറിയപ്പെടുന്ന ഈ പ്രദേശം ഭരതന്റെ ഭരണത്തിന് ശേഷമാണ് ഭാരതം എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. തൻ്റെ കഥകളൊക്കെ പറഞ്ഞിട്ട് ആ രഘുഗണന് വിഷയവൈരാഗ്യം ഉണ്ടാവാൻ വേണ്ടി ഈ സംസാരത്തെ, ഈ സംസാര സാഗരം എന്നും സംസാര തരു എന്നും ഒക്കെ പറയുന്ന ഈ സംസാരത്തെ വലിയൊരു അടവിയായി, വലിയൊരു കാടായി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് ഈ കാട്ടിൽ പെട്ട് അലയാതെ നിസ്സംഗനായി ജ്ഞാനമാകുന്ന വാള് ഉപാസന കൊണ്ട് മൂർച്ച കൂട്ടി അവിടെയുള്ള തടസ്സങ്ങളെ മുഴുവൻ ജയിച്ച് പുറത്തേക്ക് വരികയാണ് വേണ്ടത്. ഈ സംസാരക്കാട്ടിൽ, ഈ ഭവാടവിയിൽപ്പെട്ട് ഉഴലുകയല്ല വേണ്ടത്, തിരിച്ചു വരൂ എന്ന് പറയുന്നു. ആ ഉപദേശത്തോടുകൂടി രഘുഗണൻ ജീവൻ മുക്തനായി മാറി എന്നും പറയുന്നു. അപ്പൊ ഹരിഭക്തന്മാര് അവരുടെ വാക്കുകൾ എത്ര വലുതാണ്, എത്ര ശ്രേഷ്ഠമാണ് എന്ന് കൂടി ഭാഗവതം ഈ രംഗത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് ഭരതന്റെ പുത്രന്മാരിൽ സുമതി എന്ന രാജാവിന്റെ വംശം വർണ്ണിച്ചു. അപ്പോഴാണ് ഗയൻ എന്ന രാജാവിന്റെ വംശം പറഞ്ഞത്. അദ്ദേഹം പണ്ട് ആ ഋഷഭദേവൻ, സാക്ഷാൽ ഭഗവാൻ തന്നെ അവതരിച്ചുവെങ്കിലും ഋഷഭദേവന്റെ അമാനുഷികമായിട്ടുള്ള പ്രവർത്തികൾ അത് സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെയുള്ള മനുഷ്യർ അത് അനുകരിക്കാൻ തുടങ്ങിയപ്പോൾ നിരീശ്വരവാദം ഉണ്ടായി, പാഖണ്ഡമതം ഉണ്ടായി. അതുകൊണ്ട് ഈ ഗയൻ നിരവധി യാഗങ്ങളൊക്കെ നടത്തി അതിലൂടെ ആളുകളെ മുഴുവൻ ബോധവൽക്കരിച്ചു എന്നും പറയുന്നു. ഈ വംശത്തിൽ വിരജൻ എന്നൊരു രാജാവിൻ്റെ കഥ കൂടി പറഞ്ഞ് പ്രിയവ്രതന്റെ വംശം അവസാനിപ്പിച്ചു. അപ്പോഴാണ് പരീക്ഷിത്ത് ചോദിക്കുകയാണ്, ഭഗവാന്റെ സ്ഥൂലസ്വരൂപമായ പ്രപഞ്ചത്തെ അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട്. ഈ ലോകം മുഴുവൻ ഭഗവാനാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഭഗവാന്റെ ഈ സ്വരൂപം, ഈ വിരാട് സ്വരൂപം നിലനിൽക്കുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നുള്ള ഒരു താല്പര്യം. ആ താല്പര്യം കേട്ടപ്പോൾ പരീക്ഷത്തിന് മുമ്പിൽ ശിശുബ്രഹ്മർഷി ആ ലോകത്തെക്കുറിച്ച്, ഭൂലോകത്തെക്കുറിച്ച്, ഉപരിലോകങ്ങളെക്കുറിച്ച്, അധോലോകങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, അങ്ങ് ചോദിച്ചതുപോലെ ആർക്കും ഈ ലോകത്തെക്കുറിച്ച് വേണ്ട പോലെ പറഞ്ഞു തരാനായിട്ട് സാധിക്കില്ല. എങ്കിലും ഞാൻ എന്തു ചെയ്യാം, ഇതിൻ്റെ നാമം, രൂപം, അളവ് ഇതൊക്കെ അനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം. നവൈ മഹാരാജ ഭഗവതോ മായാഗുണവിഭൂതേ കാഷ്ഠാം മനസാ വചസാ വാധിഗന്ധുമലം വിബുധായുഷാഭി. വിബുധന്മാരുടെ ആയുസ്, ദേവന്മാരുടെ അത്രയും ആയുസ്സുള്ള ആളുകൾക്ക് പോലും ഇത് പറയാനായിട്ട് സാധിക്കില്ല. എങ്കിലും നാമരൂപമാന ലക്ഷണതോ വ്യാഖ്യാസ്യാമ, നാമം, രൂപം, ലക്ഷണം ഇതൊക്കെ അനുസരിച്ച് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഈ സപ്തദ്വീപുകൾ, ഭൂമി 7 ദ്വീപുകളും 7 സമുദ്രങ്ങളും ചേർന്നത്. ആ ഭൂമിയിലെ 7 ദ്വീപുകളിൽ നടുവിലാണ് ജംബുദ്വീപ്. പിന്നെ പ്ലക്ഷം, ശാൽമലം, കുശം, ക്രൗഞ്ചം, ശാകം, പുഷ്കരം എന്നിങ്ങനെയുള്ള 7 ദ്വീപുകൾ വേറെ, 6 ദ്വീപുകൾ വേറെയുണ്ട്. അതിൽ തന്നെ 1,00,000 യോജനയാണ് ജംബുദ്വീപിന്റെ വലിപ്പമെങ്കിൽ ഇത് ആ ഒരു താമരപ്പൂ പോലെ നിൽക്കുന്ന ഈ പ്രദേശം ഒരു താമരപ്പൂവിന് തുല്യത്തിലാണ് ഈ ദ്വീപ്. പൂവിന്റെ നടുവിൽ കർണികയുടെ സ്ഥാനത്ത് ഇവിടെ കാണാൻ സാധിക്കുന്നു മഹാമേരു പർവ്വതം. ദളങ്ങളുടെ സ്ഥാനത്തോ 9 വർഷങ്ങൾ ആണ്. അങ്ങനെ മേരുവിൻ്റെ ചുറ്റുമായിട്ട് ഇളാവൃത വർഷം,
കിഴക്ക് ഭദ്രാശ്വവർഷം, പടിഞ്ഞാറ് കേതുമാല വർഷം, വടക്ക് ഉത്തരകുരു, രമ്യകം, ഹിരൺമയം എന്നീ 3 വർഷങ്ങൾ, തെക്കുഭാഗത്ത് ഹരിവർഷം, കിംപുരുഷ വർഷം, ഭാരതവർഷം. അപ്പം ഇങ്ങനെ 9 വർഷങ്ങൾ ജംബൂദ്വീപിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിൽ തന്നെ വർഷങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി പർവ്വതങ്ങൾ, അതിനെ മര്യാദാഗിരികൾ എന്നാണ് പറയുക. എന്താ മര്യാദ? ഒരു അതിർത്തി അല്ലേ? നമ്മൾ പറയില്ലേ ജീവിതത്തിൽ ഒരു മര്യാദ വേണമെന്ന് പറഞ്ഞാൽ അത് വേണ്ട പോലെ ആ ഒരു അതിർത്തി നിശ്ചയിച്ച് അത് കൊണ്ടു നടക്കാറാവും. ഇങ്ങനെ ഇതിൽ മേരുവിൻ്റെ മൂർധാവിൽ ബ്രഹ്മാവിൻ്റെ കൊട്ടാരം, അതിന് ശാതകൗംഭി എന്ന് പേര്. വായുവിൻ്റെ കൊട്ടാരത്തിന് ഗന്ധവതി എന്ന് പേര്. അഗ്നിയുടെ കൊട്ടാരത്തിന് തേജോവതി എന്ന് പേര്. ഇങ്ങനെയൊക്കെയാണ്. ഇപ്പം ഈ അഷ്ടദിക്പാലകന്മാരുടെ കൊട്ടാരങ്ങൾ മേരുവിൻ്റെ 8 ദിക്കിലായിട്ട് കാണപ്പെടുന്നു. 4 ദിക്കുകളിലും 4 കോണുകളിലും. പിന്നെ അതിൻ്റെ നടുവിലാണ് മേരുപർവ്വതം. മേരുപർവ്വതത്തെക്കുറിച്ച് പറഞ്ഞിട്ട് മേരുപർവ്വതത്തിൽ നിന്നും ഒഴുകുന്ന ഒരു നദിയുണ്ട്, ജംബൂ നദി എന്നാണ് ആ പേര്. ഈ നദിയുടെ പ്രത്യേകത എന്താ? അതിൽ നിന്ന് കിട്ടും സ്വർണം. ജാംബൂനദം എന്ന് പേരുള്ള ഒരു സ്വർണം അതിൽ നിന്ന് കിട്ടുന്നതാണ്. ദേവന്മാരൊക്കെ ഈ ജാംബൂനദം ഉപയോഗിച്ച് അവരുടെ ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. കാലത്ത് കുളിക്കാൻ പോയാൽ ആഭരണം ഉണ്ടാക്കാനുള്ള സ്വർണം കിട്ടുമെന്ന് പറഞ്ഞാൽ എന്തൊരു രസമായിരിക്കും അല്ലേ? കാലത്ത് കുളിക്കാൻ പോവുക, മുങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് സ്വർണം എടുത്തിട്ട് ഇങ്ങോട്ട് പോരുക, നേരെ തട്ടാൻ്റെ അടുത്ത് പോവുക, ഒരു പുതിയ ഫാഷനിൽ ഒരെണ്ണം വേണം, കഴുത്തിലേക്കോ കാലുമ്പലിക്കോ എവിടേക്കെങ്കിലും. പക്ഷെ ഇത് സ്ഥിരം കിട്ടിക്കഴിഞ്ഞാൽ വലിയ കേമത്തൊന്നും ഉണ്ടാവില്ല അല്ലേ? പണ്ടൊരു രാജാവിന് എന്ത് തൊട്ടാലും സ്വർണ്ണമാവണമെന്നൊരു മോഹം ഉണ്ടായി. പിന്നെ എന്തായി? ഇനി ഒന്നും തൊടാതിരിക്കണം എന്നുള്ള മോഹമായി മാറി. തൊടുന്നത് മുഴുവൻ സ്വർണമായി മാറുകയാണ്. ഭാര്യയെ സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്തപ്പോൾ ഇതാ നിൽക്കുന്നു സ്വർണ്ണ പ്രതിമ. ഓർത്തില്ല, മകൾ ഓടി വന്നു, കെട്ടിപ്പിടിച്ചു, മകളും സ്വർണ്ണമായി. അപ്പോൾ പിന്നെ ഈ സ്വർണം കിട്ടിയാൽ വല്ല ഗുണമുണ്ടോ? സ്വർണം എന്ന് പറയുന്നത്, ജാതരൂപം എന്ന് പറയുന്നത് തന്നെ കലിക്കിരിക്കാനുള്ള സ്ഥലമായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പം ഇങ്ങനെ ജാംബൂനദം എന്ന ഈ സ്വർണം ഉപയോഗിച്ച് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ വളരെ വിശേഷമാണ് സുമേരു പർവ്വതം. പിന്നെ വാമനമൂർത്തി വലുതായി ത്രിവിക്രമനായി മാറിയപ്പോൾ അവിടുത്തെ ഇടത്തെ കാല് തട്ടിയിട്ട് ബ്രഹ്മാണ്ടം പൊട്ടി, അതിലൂടെ കാരണജലം അകത്തേക്കൊഴുകി, അത് ഭഗവാന്റെ പാദത്തെ കഴുകി, അതുകൊണ്ട് തന്നെ പരമപവിത്രമായി അത് താഴേക്കൊഴുകി മേരുവിൻ്റെ മൂർധാവിൽ വീണ് 4 ഭാഗത്തേക്കുമായിട്ടൊഴുകി സീത, അളകനന്ദ, ചക്ഷു, ഭദ്ര, ഇങ്ങനെ 4 പേരുകളോടുകൂടി ആ പുഴ ഒഴുകി, ഗംഗാനദി. അപ്പോൾ ഭാരതഭൂമിയിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പേരാണ് അളകനന്ദ. നമ്മൾ ഗംഗ എന്ന് പറയാറുണ്ടെങ്കിലും അതിൽ തന്നെ ഭാരതഭൂമിയിലൂടെ ഒഴുകുമ്പോൾ അതിന് പേര് അളകനന്ദ എന്നാണെന്ന് പറഞ്ഞു. പിന്നെ വളരെ മാഹാത്മ്യമുള്ളതാണ് ഭാരതഭൂമി. മറ്റ് ആ വർഷങ്ങൾ 8 വർഷങ്ങൾ കർമ്മഫലം അനുഭവിക്കുന്ന സ്ഥാനങ്ങളാണെങ്കിൽ ഭാരതഖണ്ഡം കർമ്മഭൂമിയാണ്. ഭക്തന്മാർ ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ഈ ഭാരതഭൂമിയിലാണ്. പ്രത്യേകിച്ച് പറഞ്ഞു, ദേവന്മാർ പോലും അവരിൽ എന്തെങ്കിലും ആ സുഹൃതം ബാക്കിയുണ്ടെങ്കിൽ, പുണ്യം ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങളെ ഭാരതഭൂമിയിൽ ഭഗവത് ഭക്തന്മാരായിട്ട് മാറ്റണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഭൂമിയെക്കുറിച്ച് പറഞ്ഞു. അതിൽ തന്നെ ജംബു എന്ന ദ്വീപിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ജംബുവിൻ്റെ തന്നെ ഇളാവൃത വർഷത്തെ പറയുകയാണ് ആദ്യം. ഇളാവൃത വർഷത്തിൽ സാക്ഷാൽ സംഘർഷണമൂർത്തി പൂജിക്കപ്പെടുന്നു. മഹാദേവൻ പാർവതീദേവിയോടുകൂടി സംഘർഷണമൂർത്തിയെ പൂജിക്കുന്നു. അതാണ് ഇളാവൃതത്തിലെ പൂജാവിധി. അടുത്തതായി പറഞ്ഞു ഭദ്രാശ്വവർഷം. ഭദ്രശ്രവസ്സുകൾ ഭഗവാനെ ഹയഗ്രീവമൂർത്തിയായിട്ട് ആരാധിക്കുന്നു. ഹയഗ്രീവൻ എന്നൊരു അസുരനുമുണ്ട്. ഹയഗ്രീവൻ എന്ന പേരിൽ ഭഗവാന്റെ അവതാരവുമുണ്ട്. എന്താണ് ഹയഗ്രീവൻ എന്ന് പറഞ്ഞാൽ? ആ കുതിരയുടെ കഴുത്തോടു കൂടിയവൻ എന്നർത്ഥം. അങ്ങനെ ഭഗവാനെ ആരാധിക്കുന്നു. ഭദ്രാശ്വവർഷത്തിൽ സാക്ഷാൽ ഭദ്രശ്രവസ്സുകൾ എന്ന് പറയപ്പെടുന്ന ഭക്തജനങ്ങൾ. പിന്നെ അടുത്തതായി ഹരിവർഷത്തെക്കുറിച്ച് പറഞ്ഞു. ഹരിവർഷത്തിൽ നരഹരിമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ പ്രഹ്ലാദൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രഹ്ലാദൻ എന്താ പറയണത്? സ്വസ്ത്യസ്തു വിശ്വസ്യ ഖലപ്രസീത. ഈ ലോകത്തിന് മുഴുവൻ മംഗളുണ്ടാവണം. ഖലന്മാര്, ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളൊക്കെ പ്രശാന്താത്മാക്കളായിട്ട് തീരണം എന്ന് പ്രാർത്ഥിക്കുന്ന പ്രഹ്ലാദൻ.
തുടർന്ന് പറഞ്ഞു, മഹാമേരുവിൻ്റെ തെക്കുഭാഗത്ത് ഹരിവർഷത്തിൻ്റെയും തെക്കാണ് കിംപുരുഷ വർഷം. ഇവിടെ സാക്ഷാൽ ഹനുമാൻ ആരെ ആരാധിക്കണു? ഹനുമാൻ ആരാധിക്കുകയാണെങ്കിൽ ആരെയാ? കോദണ്ഡധാരിയാം ശ്രീരാമനെ. ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അവതാര വേഷത്തെയാണ് നമ്മൾ ഇന്ന് ചന്ദനചാർത്തിലൂടെ അറിയാൻ പോണത്. അപ്പോൾ ആ ശ്രീരാമചന്ദ്രസ്വാമിയെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു ഹനുമാൻ. അതിനുശേഷം പറഞ്ഞു, മേരുവിൻ്റെ ആ തെക്കുഭാഗത്ത് ഹരിവർഷാണെന്ന് പറഞ്ഞു, അതിനപ്പുറത്ത് കിംപുരുഷാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മേരുവിൻ്റെ വടക്കു ഭാഗത്ത് രമ്യകം, ഹിരൺമയം, ഉത്തരഗുരു എന്നീ 3 വർഷങ്ങളുണ്ട്. അവിടെ മത്സ്യമായും കൂർമ്മമായും വരാഹമായും ഭഗവാനെ ആരാധിക്കണു. മനു, ശ്രാദ്ധദേവൻ എന്ന മനു, ആര്യമാവ്, ഭൂമിദേവി എന്നിവരാണ് ഈ 3 സ്ഥലങ്ങളിൽ ഭഗവാനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും ഭഗവാന്റെ ആരാധനയുണ്ട് എന്ന് കാണിക്കുകയാണ്. ശ്രീരാമൻ്റെ കഥ ഇത് പറഞ്ഞതിന് ശേഷം പിന്നീട് പറഞ്ഞു, നമ്മുടെ ഈ ഭാരതഭൂമിയിൽ നരനാരായണന്മാരായിട്ട് ഭഗവാനെ ആരാധിക്കണു, നാരദാദി ഋഷീശ്വരന്മാരെ പ്രാർത്ഥിക്കണു എന്നും അവിടെ സൂചിപ്പിച്ചു. അങ്ങനെ ജംബുദ്വീപിനെ കുറച്ച് വിശേഷമായിട്ട് പറഞ്ഞു. പിന്നീട് മറ്റ് ദ്വീപുകളെക്കുറിച്ചും പറഞ്ഞു. പ്ലക്ഷത്തിലുള്ള ആളുകൾ സൂര്യോപാസകന്മാരാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ പ്ലക്ഷത്തിന് അതിൻ്റെ വലിപ്പം 2 ലക്ഷം യോജനയാണ്. 4 ലക്ഷം യോജന വലിപ്പമുള്ളതാണ് ശാൽമലി ദ്വീപ്. അങ്ങനെ ഓരോ ദ്വീപുകളുടെയും വലിപ്പം കൂടിക്കൂടി വരും. അതിന് ചുറ്റുമുള്ള നിരവധിയായിരിക്കുന്ന സമുദ്രങ്ങളുടെ വലിപ്പവും അതിനൊപ്പം തന്നെയാണ് എന്ന് അവിടെ സൂചിപ്പിച്ചു. അങ്ങനെ ജംബുദ്വീപ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് പ്ലാക്ഷം എന്നുള്ള ദ്വീപിനെ കുറിച്ച് പറഞ്ഞു. അവിടെയാണ് സാക്ഷാൽ പിതൃഗണാധിപതി. ആ സ്ഥലത്ത് പ്രിയവ്രതന്റെ പുത്രൻ ആ രാജ്യത്തെ ഭരിക്കണു എന്ന് പറഞ്ഞു. പ്രിയവ്രത ആത്മജ ഇത്മജിഹ്വ, അദ്ദേഹമാണ് ഈ ദ്വീപിന്റെ അധിപതി. പ്ലക്ഷം എന്നുള്ള ദ്വീപിന്റെ അധികാരിയായിട്ടിരിക്കുന്നത്. ജംബുദ്വീപിന് ചുറ്റും ഉപ്പ് സമുദ്രം ആണെങ്കിൽ പ്ലക്ഷത്തിന് ചുറ്റും കരിമ്പ് സമുദ്രമാണ്. 2 ലക്ഷം യോജനയാണ് അതിൻ്റെ വിസ്താരം. അവിടെയുള്ള ആളുകൾ ഭഗവാനെ സൂര്യനായിട്ട് ആരാധിക്കുന്നു. സൂര്യോപാസകന്മാർ പൊതുവിൽ വിചാരശീലന്മാരാണ്. കാരണം എന്താ? സൂര്യൻ ബുദ്ധിയുടെ ദേവതയാണ്. ധിയോ യോ ന പ്രചോദയാൽ എന്നാണ് ഗായത്രി മന്ത്രം. അപ്പൊ ഈ ധിയോ യോ ന പ്രചോദയാൽ എന്നുള്ള അക്ഷരം അതിന് വിസർഗത്തോടു കൂടി പറഞ്ഞില്ലെങ്കിൽ, മന്ത്രങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത പറയാൻ വേണ്ടി പറയുകയാണ്. ധിയോ യോ ന പ്രചോദയാൽ എന്ന് ഉറപ്പിച്ച് വിസർഗത്തോടു കൂടി പറഞ്ഞില്ലെങ്കിൽ എന്തുണ്ടാവും? ധിയോ യോ ന പ്രചോദയാൽ, ന പ്രചോദയാൽ എന്നാവും. ന എന്നുള്ളതിന് വിസർഗം വരുമ്പോൾ ഞങ്ങളെ എന്നും, വെറുതെ വിസർഗമില്ലാതെ വെറുതെ ന എന്നെഴുതിയാൽ ഇല്ല എന്നുള്ള അർത്ഥവും വരും. ന പ്രചോദയാൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പ്രചോദിപ്പിക്കരുത്. കാലത്ത് ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് കാര്യമില്ല, തെറ്റാണ്ട് ജപിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഫലം കിട്ടില്ല. എന്താ നമ്മൾ പ്രാർത്ഥിക്കണത്? ധിയോയോ ന പ്രചോദയാൽ, ഒരിക്കലും ഞങ്ങൾക്ക് പ്രചോദനം ഉണ്ടാവരുത്, ബുദ്ധി വേണ്ട പോലെയാവാൻ. അതിനു പകരം ധിയോയോ ന പ്രചോദയാൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ആ ബുദ്ധി വേണ്ട പോലെയാവാൻ പ്രചോദിപ്പിക്കണേ എന്നാവും. അപ്പം മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ നല്ല പോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നേരെ വിപരീതമായിട്ടുള്ള ഫലം ഉണ്ടാവും. ഇല്ലേ? സാക്ഷാൽ ആ കുംഭകർണൻ തപസ് ചെയ്തിട്ട് നിർദേവത്വം വേണം എന്ന് മോഹിച്ചു. പറഞ്ഞപ്പോൾ വാണി ഭഗവതി ചെറുതായിട്ടൊന്ന് ആ നാവൊന്ന് പിടിച്ചു വലിച്ചു. അതുകൊണ്ട് നിർദേവത്വം പോയി നിദ്രാവത്വം. അത് കുംഭകർണൻ പിന്നെ എപ്പോഴും ഉറങ്ങാനുള്ളൊരു കാര്യമായി മാറി. ഇനി നമ്മൾ കാണും, തൊഷ്ടാവ് ഇതുപോലെ തപസ് ചെയ്തിട്ട് ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിനൊരു പുത്രൻ എന്നാണ് മന്ത്രം ഉദ്ദേശിച്ചത്. പക്ഷെ മന്ത്രം ചൊല്ലി വന്നപ്പോൾ എന്തായി? ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിനൊരു പുത്രനായി. ഇന്ദ്രനെ എന്നുള്ളതിന് പകരം ഇന്ദ്രന്. ഇത്രയൊക്കെയുള്ള വ്യത്യാസം വന്നാൽ തന്നെ വലിയ വ്യത്യാസം ഉണ്ടാവുന്നു. പിന്നെ പ്ലക്ഷത്തിലുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ വിചാരശീലന്മാരാണ്, ബുദ്ധി ഉപയോഗിക്കുന്ന ആളുകളാണ്. പ്രിയവ്രതന്റെ മറ്റൊരു പുത്രനായ യജ്ഞബാഹുവാണ് അടുത്ത ശാൽമലി എന്ന ദ്വീപിന്റെ അധിപനായിട്ടിരിക്കുന്നത്.
അദ്ദേഹം അവിടെ പറയണു, അതിനു ചുറ്റുമായി മധ്യസമുദ്രമാണ്. ആളുകൾ എല്ലാവരും ചന്ദ്രോപാസകന്മാരാണ്. ശാൽമലി എന്നുള്ള ദ്വീപിലെ ആളുകളൊക്കെ ചന്ദ്രോപാസകന്മാർക്ക് എന്താ പ്രത്യേകത? അവർ ചന്ദ്രൻ മനസ്സിൻ്റെ ദേവതയാണെന്നുള്ളത് കൊണ്ട് ചന്ദ്രനെ ഉപാസിക്കുന്ന ആളുകൾ പൊതുവിൽ വികാരശീലന്മാരാവും. സൂര്യനെ ഉപാസിക്കുന്നവർ വിചാരശീലന്മാരും ചന്ദ്രനെ ഉപാസന ചെയ്യുന്നവർ വികാരശീലന്മാരുമായി മാറും എന്ന് അവിടെ പറഞ്ഞു. അടുത്തതായിട്ട് പിന്നെ ആ അഗ്നിയെ ആരാധിക്കുന്നതാണ്. ജംബു, പ്ലക്ഷം, ശാൽമലി, കുശം, കുശദ്വീപിലുള്ള ആളുകളൊക്കെ അഗ്നിയെ ആരാധിക്കുന്നു. അവിടെ അതിന് ചുറ്റുമായി 8 ലക്ഷം യോജന വിസ്താരത്തിൽ അവിടെ നെയ്സമുദ്രമാണ്. പ്രിയവ്രതന്റെ പുത്രനായിരിക്കുന്ന ഹിരണ്യരേതസാണ് ഇതിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ജലത്തെ ആരാധിക്കുന്ന ക്രൗഞ്ചദ്വീപിലുള്ള ആളുകൾ. ഇവിടെ 16 ലക്ഷം യോജന വിസ്താരത്തിലാണ് ക്ഷീരസമുദ്രം. ഇവിടെ തസ്മിൻ നബി പ്രയവ്രതോ ഘൃതപൃഷ്ഠൻ എന്ന ആളാണ് ഈ ഭാഗത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് പറഞ്ഞു ശാഖം എന്നുള്ള ദ്വീപ്. ഇവിടെ ആളുകൾ വായുവായിട്ട് ഭഗവാനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയവ്രതന്റെ പുത്രനായിരിക്കുന്ന ആ മേധാതിഥി ആണ് ഈ രാജ്യത്തെ, ഈ പ്രദേശത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് പറഞ്ഞു അടുത്തതായി പുഷ്കരം എന്നുള്ള ദ്വീപ്. പുഷ്കര ദ്വീപിന് 64 ലക്ഷം യോജനയാണ് വിസ്താരം. അത്രയും തന്നെ വിസ്താരമുള്ള സമുദ്രം, ശുദ്ധജല സമുദ്രം അവിടെയുണ്ട്. ഇവിടെ വീതിഹോത്രനാണ് പുഷ്കര ദ്വീപിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആളുകളൊക്കെ ഭഗവാനെ ബ്രഹ്മസ്വരൂപനായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നും അവിടെ സൂചിപ്പിച്ചു. അങ്ങനെ സൂര്യനെക്കുറിച്ച്, ചന്ദ്രനെക്കുറിച്ച്, വിവിധങ്ങളായിട്ടുള്ള ആ ലോകങ്ങളെക്കുറിച്ച് ഒക്കെ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം പറഞ്ഞു ജ്യോതിർഗോളങ്ങളെക്കുറിച്ച് പറയാം എന്ന് പറയാണ്. ജ്യോതിർഗോളങ്ങളുടെ പ്രത്യേകത, അതിൽ സൂര്യഗോളത്തിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു. സൂര്യ ശിഷ്യന്മാരെങ്കിൽ സൂര്യഭക്തന്മാരൊക്കെ വിചാരശീലന്മാരാവും. സൂര്യനിൽ നിന്നും 1,00,000 യോജന ഉയരത്തിൽ ചന്ദ്രൻ, അതേപോലെ ചന്ദ്രമണ്ഡലത്തിൽ നിന്നും 35 ലക്ഷം യോജന ഉയരത്തിൽ അശ്വതി തുടങ്ങിയ നക്ഷത്രങ്ങൾ. അതിനിടയിൽ അഭിജിത്ത് എന്നൊരു നക്ഷത്രം, സാക്ഷാൽ ആ ഉത്രാടത്തിൻ്റെ ഒടുവിലത്തെ 15 നാഴികയും തിരുവോണത്തിൻ്റെ ആദ്യത്തെ 4 നാഴികയും ചേർന്നത് അഭിജിത്ത് എന്നുള്ള മുഹൂർത്തം. നക്ഷത്രമണ്ഡലത്തിൽ നിന്നും ക്രമേണ 2 ലക്ഷം യോജന ഉയരത്തിലായി ശുക്രൻ, ബുധൻ, ചൊവ്വ, വ്യാഴം, ശനി തുടങ്ങിയ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു. പിന്നെ ജ്യോതിഷ് ചക്രത്തെ ഒരു മുതലയുടെ രൂപത്തിൽ അവതരിപ്പിച്ചു. മുതല തൻ്റെ വാല് തൻ്റെ വായ്ക്കകത്തേക്ക് വെച്ച് കിടക്കുന്നത് പോലെ ആ ശിംശുമാരമൂർത്തിയായിട്ട് ഭഗവാന്റെ അവദാനത്തെ നമ്മൾ സന്ധ്യ തോറും പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിൽ എല്ലാ പാപങ്ങളും, പകല് ചെയ്ത പാപങ്ങൾ മുഴുവൻ ഇല്ലാതെയായിട്ട് തീരും എന്നും പറഞ്ഞു. സൂര്യമണ്ഡലത്തിൽ നിന്നും താഴെ 10 ലക്ഷം യോജന 10,000 യോജന താഴെയാണ് രാഹു. അവിടെ നിന്നും 10,000 യോജന താഴെ സിദ്ധചാരണ വിദ്യാധരന്മാര്. അവിടുന്ന് മേഘമാർഗം വരെ യക്ഷരക്ഷസുകൾ, തുടർന്ന് 100 യോജന താഴെ ഭൂമി. അങ്ങനെ ഭൂമിയുടെ അടുത്തേക്ക് വന്നു. അപ്പൊ ഇവിടെ ഭൂമിയുടെ പ്രത്യേകത എന്താ? ഈ ഭൂമിയെ സാക്ഷാൽ ബലരാമസ്വാമി അല്ലെങ്കിൽ സംഘർഷണമൂർത്തി ഈ ഭൂമിയെ തൻ്റെ 1000 ഭണങ്ങൾക്ക് മുകളിൽ ഒരു കടുകുമണി പോലെ വെച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞു. തുടർന്ന് സൂര്യപഥത്തിൽ നിന്ന് താഴേക്ക് വന്ന് ഭൂമിയിലെത്തി. ഭൂമിക്കും താഴെ 7 ഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ ഭഗവത് ഭക്തന്മാർ താമസിക്കുകയും ഭഗവാനെ വേണ്ട പോലെ ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നും അവിടെ ഇതാ സൂചിപ്പിച്ചു. പാതാളത്തിൻ്റെ അടിത്തട്ടിൽ സംഘർഷണമൂർത്തി തൻ്റെ 1000 ഭണങ്ങൾക്ക് മുകളിൽ ഒരു കടുകുമണി പോലെ ഭൂമിയെ ഉയർത്തിപ്പിടിച്ച് ലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നും അവിടെ സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് നരകവർണ്ണനയാണ്. അതിനു മുമ്പ് 2 അധ്യായങ്ങൾ പാരായണം ചെയ്യും. തുടർന്ന് നരകവർണ്ണന.